അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി ഒലെ S1 ജനറേഷൻ 2 മോഡൽ. ഏകദേശം ഒരു മാസമായി ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു മാസത്തിൽ ഗൈസ് നിങ്ങളെ ഫസ്റ്റ് വീഡിയോ എൻ്റെ കണ്ടാൽ മനസ്സിലാവും. അതിൽ ഞാൻ പറയുന്നുണ്ട് വണ്ടിയിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതല്ല ഇതിൻ്റെ മെയിൻ പ്രശ്നം. എടുത്തിട്ട് 15 ദിവസത്തിൽ തന്നെ എനിക്ക് കിട്ടിയതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കവറ് പോയി ഗൈസ്. ഈ കവറ് ഞാൻ എന്നിട്ട് ഇത് ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ ഇത് വാറണ്ടിയിൽ ക്ലെയിം ആവില്ല, 210 രൂപ വരുന്നുള്ളൂ, സാറിന് ഈ കവർ ഇടാം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഫോട്ടോ വെക്കുന്നുണ്ട് ആ കവറുള്ള ഇതിൻ്റെ. അപ്പോൾ ആ കവറിന് ഏകദേശം 210 രൂപയാണ്. ഞാൻ പക്ഷെ അത് മാറ്റിയില്ല ഗൈസ്. കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം 15 ദിവസത്തിൽ തന്നെ അതിൻ്റെ കവറ് പോയി. അപ്പോൾ പിന്നെയും ആ കവറിട്ട് പിന്നെയും പോകാനായിട്ട് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ കവർ ഇടാണ്ട് ഉപയോഗിച്ചിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഒന്നത്. പിന്നെ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സീറ്റിൻ്റെയാണ്. ഈ സീറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. നല്ല രീതിക്ക് താഴോട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ സീറ്റിനെ കുറിച്ച് എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ എനിക്കിത് അത്ര കംഫോർട്ടായിട്ട് തോന്നുന്നില്ല. കാരണം പില്യൻ ഇപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല കംഫോർട്ടായിരിക്കും സീറ്റിൽ, പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് അത്ര കംഫോർട്ട് കിട്ടുന്നില്ല. നമ്മൾ ഈ എന്താ പറയുക, ഈ സൈക്കിളിൻ്റെയൊക്കെ സീറ്റിലിരിക്കൂലേ, ഏകദേശം അതേ ഫീലാണ് എനിക്ക് കിട്ടിയുള്ളത് ഈ സീറ്റിലിരുന്നിട്ട്. ചിലപ്പോൾ ഗൈസ് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും, എനിക്ക് അത്യാവശ്യം തടിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ അതുകൊണ്ടും ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു പില്യനെ വെച്ച് ഇപ്പോൾ ഈ വണ്ടി എടുക്കാനായിട്ട് ഓലയുടെ വണ്ടി എടുക്കാൻ നോക്കണം, നിങ്ങളൊരു വിത്ത് പില്യൻ ഇരുന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ എടുത്ത് ഒരു 10-15-16 ദിവസത്തിൽ ഞാൻ ഈ വണ്ടി ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഡെലിവറി വർക്ക്സിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഓട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഡെലിവറി പോകുന്ന വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഈ സംഭവം വിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തള്ളിയപ്പോൾ തന്നെ ഇത് ഉള്ളിലേക്ക് പോയി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എത്രമാത്രം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഉപയോഗം. പിന്നെ നമ്മുടെ റോഡുകളുടെ കണ്ടീഷനും വളരെ മോശമാണ്. ഗട്ടർ ഇല്ലാത്ത സ്ഥലമില്ല, പ്രത്യേകിച്ച് കൊച്ചിയിലാണ് ഞാൻ ഉള്ളത്. കൊച്ചിയിലാണ് എൻ്റെ സ്ഥലം. പിന്നെ ഇതിൻ്റെ ഗൈസ് ഇവിടെ കാണുന്ന മൈക്കാണ് ആക്ച്വലി നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഞാൻ ഒന്ന് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കാണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ വണ്ടി ഡെലിവറി വർക്ക്സിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ ഞാൻ ഓടിയത് 2115 കിലോമീറ്റേഴ്സാണ്. ശരിക്കും ഇതല്ല, ഇതിനും കൂടുതൽ കിലോമീറ്റേഴ്സാണ് വരേണ്ടത്. കുറേ നാൾ ഞാൻ ഓടിയില്ല പേഴ്സണൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിക്ക് ഇതിൻ്റെ മൈക്ക് കാര്യങ്ങൾ ഇവിടെ ഇത് മൈക്കാണ്. ശരിക്കും നമ്മൾ ഇതിൽ ഫോൺ എടുക്കാൻ പറ്റും, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കോൾ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും, മീൻസ് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റും. ഈ മൈക്കിലൂടെ ആയിരിക്കും നമ്മുടെ വോയിസ് ലിസൺ ആവണത്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, ഈ വോയിസ് ലിസൺ ചെയ്യണത് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഇത്തിരി കൂടി ഒന്ന് ഇതിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് സംസാരിച്ചാൽ നല്ല രീതിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ലൈറ്റിനെ കുറിച്ച് പറയണം. ഏറ്റവും ബെസ്റ്റ് ലൈറ്റ് എന്ന് പറയാം ഞാനിപ്പോൾ ഈ ഉപയോഗിച്ച എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു വണ്ടി, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടി ഇതാണ് ആക്റ്റീവ. ഇതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഉള്ളത്. അത്യാവശ്യം ഹൈ ബീം ആയിക്കോട്ടെ, അതേപോലെ തന്നെ നോർമൽ ലൈറ്റ് ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു കർവിലുള്ള DRL നല്ല വിസിബിളാണ്, ലൈറ്റ് നല്ല കംഫർട്ടാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ വണ്ടി പിന്നെ ലോക്കായി ഇപ്പോൾ ഈ വണ്ടിയിൽ ചില ആൾക്കാർക്ക് പെടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ബൂട്ട് ലോക്ക് ചെയ്യാൻ നേരത്ത് തന്നെ അൺലോക്കായി പോകും. അതായത് ഇപ്പോൾ ഇത് ഓപ്പൺ ആണ്, ഇത് ഇങ്ങനെ അടക്കുമ്പോൾ തന്നെ പിന്നീട് അൺലോക്കായി പോകും. അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് അമർത്തി പിടിച്ചിട്ട് ഈ ഒരു ബട്ടൺ 2-3 പ്രാവശ്യം അമർത്തി കൊടുക്കുക. അപ്പോൾ അത് ആ ലോക്ക് സിസ്റ്റം ഇതിൻ്റെ ശരിയാവും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. ഇതിന് ആക്ച്വലി 4 മോഡുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വണ്ടി ഒന്ന് ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ വണ്ടിക്ക് നോർമൽ മോഡുണ്ട്. അതേപോലെ ഒരു മിനിറ്റ് ഞാൻ വണ്ടിയെ സ്റ്റാൻഡ് മാറ്റിയാലേ സത്യം പറഞ്ഞാൽ ഈ വണ്ടി അൺലോക്ക് ആവുള്ളൂ, അതായത് പാർക്കിംഗ് മോഡിൽ നിന്ന് മാറ്റുള്ളൂ. അപ്പോൾ ബ്രേക്ക് ഓടിച്ച് വണ്ടി നോർമലിലേക്ക് ആക്കുന്നുണ്ട്. ഇതാണ് നോർമലിൽ 37 കിലോമീറ്ററാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് 22 ബാറ്ററി പെർസെൻറ്റേജേ ഉള്ളൂ എനിക്ക് ആകെ. അതിൽ 37 കിലോമീറ്റർ നോർമലിൽ കാണിക്കുന്നുണ്ട്. ഇനി എക്കോണമിയിലേക്ക് ആക്കുമ്പോൾ 39 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഏകദേശം 3 കിലോമീറ്ററിൻ്റെ പ്ലസ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നോർമൽ മാറ്റി, സത്യം പറഞ്ഞാൽ ഈ നോർമലായിരിക്കുള്ളൂ ഏകദേശം മിക്ക ആൾക്കാർ ഓടിക്കുന്ന വണ്ടി. പക്ഷെ ഇപ്പോൾ ഡെലിവറി പോലുള്ള ജോലികൾക്കൊക്കെ ഞാൻ പറയുന്നു നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഹൈവേയിലൊക്കെ കയറുമ്പോൾ മാത്രം നോർമൽ ഇട്ടാൽ മതി, എക്കോണമിയിൽ ഓടിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 150-60
ആ റേഞ്ചിലേക്ക് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. മീൻസ് സിംഗിൾ ഫുൾ ചാർജിൽ. പിന്നെ നമുക്ക് ഇതൊന്ന് സ്പോർട്സ് മോഡിലേക്ക് ആക്കാം. സ്പോർട്സ് മോഡ്സിൽ നിങ്ങൾക്ക് കാണാം 34 കിലോമീറ്റർ. ഈ സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നല്ല സ്പീഡായിരിക്കും വണ്ടി. മാത്രമല്ല നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹൈവേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചു പോകാൻ പറ്റുന്ന സ്പീഡായിരിക്കും. പിന്നെ ഇതുണ്ട്, ഇപ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റിലാണ്. ഇതൊക്കെ നല്ല വർക്കിംഗ് ആണ് ഗൈസ്. അതായത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്കിങ്ങിനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആക്ടിവേറ്റ് ആവും. അങ്ങനെയാണ് വണ്ടിയുടെ. ജസ്റ്റ് 2 പ്രാവശ്യം ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും. പക്ഷെ അത് എത്രമാത്രം ആക്യുറസി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇപ്പോൾ പിന്നെ നോക്കുമ്പോൾ ആക്ടിവേറ്റ് ആവുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ബ്രേക്ക് ഇപ്പോൾ 1 മിനിറ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും. കണ്ടോ, ഇങ്ങനെയാണ്. കണ്ടോ, ഇപ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആക്റ്റീവ് ആവും. ശരിക്കും ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കാറുകളിലുള്ള ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, പ്രതലത്തിൽ നിൽക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് പോകാതിരിക്കുക. അപ്പോൾ ആ ഫീച്ചറൊക്കെ ഇതിലുണ്ട്. അത് വളരെ നല്ല ഫീച്ചറാണ്. പിന്നെ നമുക്കിതൊന്ന് ഹൈപ്പറിലാക്കുമ്പോൾ 32. ഹൈപ്പറാണ് ഏറ്റവും കൂടിയ മോഡ്. ഈ ഹൈപ്പറിലൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. ഇതിൻ്റെ ബ്രേക്ക് അത്യാവശ്യം നല്ല ബ്രേക്കാണ്. പക്ഷേ നമ്മളൊരു പരിധി കൂടുതൽ സ്പീഡിലേക്ക് പോകുമ്പോൾ ഈ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം അത്ര അധികം സ്പീഡുണ്ട് വണ്ടിക്ക്, അത്രയധികം സ്പീഡുണ്ട്. ഇപ്പം നോർമലി ഇപ്പോൾ എൻ്റെ ഇപ്പം മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി ചെയ്യിക്കുന്ന ആക്റ്റീവയാണ്. ആക്റ്റീവൊക്കെ നമുക്ക് മാക്സിമം ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ വരെ വണ്ടി പോവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു പോകണം. കാരണം അത്രയും സ്പീഡിൽ ഓടിച്ചു നോക്കിയിട്ടുണ്ട്, 80 വരെ പോവുള്ളൂ. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 100, 110 കിലോമീറ്റർ വരെ ഞാൻ കയറ്റിയിട്ടുണ്ട് ഈ വണ്ടി. അത്രയും സ്പീഡില്ല. അപ്പോൾ ഞാൻ പറയുന്ന വണ്ടിക്ക് അപ്പോൾ അത്രയും പവർ ഉണ്ട്. ആ പവറിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതിനേക്കാളും ബ്രേക്ക് അത്രയില്ല, പവർ താങ്ങാൻ പറ്റുന്ന ബ്രേക്കിംഗ് അല്ല ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മാപ്പിനെ കുറിച്ചാണ്. ജസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഇതിൻ്റെ മാപ്പ് തീരെ അക്യുറസി ഇല്ല. ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ തന്നെ ഇതിന് തീരെ അക്യുറസി ഇല്ല. ഇപ്പം നിങ്ങളിപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ സ്റ്റാർട്ട് നാവിഗേഷൻ കണ്ടോ, നിങ്ങൾ കണ്ടോ, സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുക്കുമ്പോൾ ഇത് തീരെ എന്താ പറയുക, നമുക്കിത് ഇപ്പോൾ ഒരു ഡെലിവറി പോലുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഫീച്ചറാണ് മാപ്പ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ ഡെലിവറിക്ക് പോകുന്ന അവരുടെ ഓൾറെഡി മൊബൈൽ ഉണ്ടാവും. അപ്പോൾ ഈ മൊബൈലിൽ തന്നെ മാപ്പും കാര്യങ്ങളും ഗൂഗിൾ മാപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതിൽ ഈ മാപ്പ് ഓൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ആ മൊബൈൽ നോക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾഡർ വെച്ച് മൊബൈൽ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് അത് ഇതാക്കാം. പക്ഷേ ഇതിൽ മിക്കപ്പോഴും ഇതിൽ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പോൾ മാപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മാപ്പ് കറക്റ്റായിട്ട് ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ വൈഫൈ കണക്റ്റഡ് കണ്ടോ. ഈ വൈഫൈ കണക്റ്റഡിലാകുമ്പോൾ മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. നമ്മളെപ്പോഴും വൈഫൈയിലൊന്നും അല്ല കണ്ടത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ വൈഫൈ കണക്റ്റഡാണ്, മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വൈഫൈ ഞാൻ ഓഫ് ചെയ്യണേണ്. ഇടതേ ഒന്നുകൂടി ഈ വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഈ ഒരു സ്ഥലം ഒന്ന് സെർച്ച് ചെയ്യാനാണ്. ഇതിങ്ങനെ ലോഡ് ചെയ്യും ഗൈസ്. അതാണ് പല പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ഒരു മെയിൻ റോഡിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ലൊക്കേഷൻ ഇടുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ മൊത്തം സ്ക്രീന് ഔട്ടായി, ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ ഈ ഒരു ശരിക്കും ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഹാർട്ട്. കാരണം ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇതിലാണ്. എന്നാൽ ഇതിൽ അത്യാവശ്യം ബഗ്ഗുകളുണ്ട് വണ്ടിയിൽ. ഇതുവരെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ OS 4 അപ്ഡേറ്റിലാണ്. എന്നിട്ട് അത്യാവശ്യം നല്ല ബഗ്ഗുകൾ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വണ്ടി അനങ്ങണില്ല. യെസ് ഗൈസ്, വണ്ടി അനങ്ങുന്നില്ല. നമുക്ക് വണ്ടി ഒന്നും കൂടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കി നോക്കാം. വണ്ടി ഓണായി. അപ്പോൾ ഒന്നുകൂടി ആ മാപ്പ് ഒന്ന് എടുത്ത് നോക്കാം. മാപ്പ് ഓഫാണ്, അതായത് വൈഫൈ ഓഫാണ്. ഞാൻ ആ മാപ്പ് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ, മാപ്പിൻ്റെ ഭാഗം തന്നെ അനങ്ങുന്നില്ല. മാപ്പിൻ്റെ ഭാഗം തൊട്ടിട്ട് തന്നെ അനങ്ങുന്നില്ല. നാവിഗേഷനിലേക്ക് ഒന്നുകൂടി ഒന്ന് പോട്ടെ. നാവിഗേഷൻ ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ സാധനം വർക്ക് ചെയ്യും. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും, സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യും. ഒരു മിനിറ്റ് കണ്ടോ, ഈ ലാഗ് ഉണ്ട്, നല്ല ലാഗ് ഉണ്ട് വണ്ടിക്ക്. ഞാൻ ഇതിപ്പോൾ ഒന്ന് പാർക്ക് മോഡിലാക്കാം, അതുകൊണ്ടാണ് കൂടുതൽ ലാഗ് ആവുന്നത്. ഇപ്പോൾ കണ്ടോ, വൈഫൈയുടെയും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ വണ്ടിയുടെ.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെയധികം കുറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് 15 ദിവസത്തിൽ ഇതിൻ്റെ ഒരു കവർ പോയി. ഈ കവർ പോയപ്പോൾ ഞാൻ അവിടെ ഷോറൂമിൽ പോയപ്പോൾ അവർ പറഞ്ഞു, സാറിനിപ്പോൾ 215 രൂപ മുടക്കാൻ സാറിന് താല്പര്യം, സാറിനുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആലുവ വരെ പോകണം. ഓലയുടെ അതിൻ്റെ ഇൻഷുറൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലുവയിൽ വരെ പോകണം. കൊച്ചിയിൽ ഞാൻ അതിനായിട്ട് 210 രൂപ ലാഭിക്കാൻ ആലുവ വരെ പോകണം. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്, അതായത് സർവീസ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞത്. പിന്നെ ഈ കട്ടുകൾ കണ്ടില്ലേ ഗൈസ്, ഇവിടെയൊക്കെ ഇത് നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം, ഈ കട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന പോലെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഡൗട്ട്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഉപയോഗമുണ്ട് വണ്ടി. വണ്ടി കഴുകണം, പക്ഷേ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടി കഴുകണം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ കുറച്ചധികം ഗുണങ്ങൾ. ഇപ്പം ഈ ആക്റ്റീവയൊക്കെ ഉപയോഗിച്ച് എനിക്ക് ഇതിൽ കിട്ടിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഗൈസ് ഈ പെട്രോൾ സേവിങ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വണ്ടി സേവ് ചെയ്യാം, പെട്രോളിൽ നിന്ന് സേവ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വണ്ടി ഇപ്പോൾ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ മൊബൈലിന് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലായാലും പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും വണ്ടി വേറെ ലെവലാണ്. ഇപ്പോൾ ഈ ആക്റ്റീവ പോലുള്ള വണ്ടികളിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് ലെവലിൽ സത്യം പറയുന്ന പോലെ വളരെ മികച്ചതാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ മാപ്പിൻ്റെ ഇഷ്യൂ, ഇപ്പോൾ ഈ മാപ്പിൻ്റെ ഇഷ്യൂവിൽ ഞാൻ ശരിക്കും ഇവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഇവർ സർവീസ് സെൻറ്റർ എനിക്ക് പിറ്റേ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് തന്നു, പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഞാനത് പോയിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാം. കാരണം മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഡെലിവറി പോലുള്ള ജോബിന് വേണ്ടി ആൾക്കാർ വണ്ടി എടുക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഗൈസ്, അപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ ചാർജിങ് റിലേറ്റഡ്, അതായത് ഇപ്പോൾ എനിക്ക് കറണ്ട് കാശ് എത്ര വരുന്നുണ്ട് അതിൻ്റെ സമയമായിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ്.